أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أنذروا هزوا. സദഖല്ലാഹു അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിലെ 54, 55, 56 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സ്വറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. വലഖദ് സ്വറഫ്ന, നാം വിവരിച്ചിരിക്കുന്നു. ഫീ ഹാദൽ ഖുർആനി, ഈ ഖുർആനിൽ, ലിന്നാസി, ജനങ്ങൾക്ക്, മിൻ കുല്ലി മസലിൻ, എല്ലാ വിധത്തിലുള്ള ഉപമകളും ഈ ഗ്രന്ഥത്തിൽ, ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള ഉദാഹരണങ്ങളും നാം വിവരിച്ചിരിക്കുന്നു. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. എന്നാൽ മനുഷ്യൻ അത്യധികം തർക്കിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. വകാനൽ ഇൻസാൻ, മനുഷ്യൻ, അക്സറ ശൈഇൻ, അധിക കാര്യങ്ങളും, ജദല, തർക്കിക്കുന്ന സ്വഭാവമുള്ളവനാണ്. വമാ മനഅ അന്നാസ, ജനങ്ങളെ എന്താണ് തടഞ്ഞു വെക്കുന്നത്? അൻ യുഅ്മിനു, വിശ്വസിക്കുന്നതിൽ നിന്ന്. ഇത് ജാഅഹുമുൽ ഹുദ, അവർക്ക് നേർമാർഗം വന്നു കിട്ടിയപ്പോൾ. വയസ്തഗ്ഫിറു റബ്ബഹും, അവരുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുന്നതിൽ നിന്നും. ജനങ്ങൾക്ക് വിശ്വസിക്കുന്നതിൽ നിന്നും അവരുടെ രക്ഷിതാവിൽ നിന്ന് പാപമോചനം തേടുന്നതിൽ നിന്നും ജനങ്ങളെ തടഞ്ഞു വെക്കുന്നത് എന്താണ് അവർക്കുള്ള തടസ്സം? ഇല്ല അൻ തഅ്തിയഹും, അവർക്ക് വന്നു കിട്ടുക എന്ന് മാത്രമാണ്. സുന്നത്തുൽ അവ്വലീന, പൂർവിക ജനങ്ങൾക്കുണ്ടായ അതേ നടപടികൾ. ഔ യഅ്തിയഹും, അല്ലെങ്കിൽ അവർക്ക് വരണം, അൽ അദാബു, ശിക്ഷ, ഖുബുല, നേരെ മുമ്പിൽ. ഒന്നുകിൽ അവർക്ക് പൂർവികർക്കുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ അവർക്കും കിട്ടണം, അതല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ ശിക്ഷ നേർക്ക് നേരെ കാണുകയും വേണം. വമാ നുർസിലുൽ മുർസലീന, നാം പ്രവാചകന്മാരെ അയക്കുകയില്ല, അല്ലെങ്കിൽ അയക്കുന്നില്ല. ഇല്ലാ മുബശ്ശിരീന, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടല്ലാതെ. മുന്തിരീന, താക്കീത് ചെയ്യുന്നവരുമായിട്ടല്ലാതെ.
നാം പ്രവാചകന്മാരെ അയക്കുന്നത് താക്കീത് ചെയ്യുന്നവരും അതുപോലെ തന്നെ മുന്നറിയിപ്പ് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും ആയിട്ട് മാത്രമാണ്. വയുജാദിലുല്ലദീന കഫറു, കാഫറുകൾ അവിശ്വാസികൾ തർക്കിക്കുന്നത് ബിൽ ബാത്തിലി, അസത്യവുമായിട്ടാണ്. ലിയുദ്ഹിളൂ ബിഹിൽ ഹഖ്, അതുകൊണ്ട് സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി, അവിശ്വാസികൾ സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി അസത്യവുമായിട്ടാണ് തർക്കത്തിന് വരുന്നത്. ബത്തഹുദു ആയാത്തി, അവർ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആക്കുന്നു. വമാ ഉന്തിറു, അവർക്ക് താക്കീത് ചെയ്യപ്പെട്ടതിനെയും അവരാക്കുന്നു. ഹുസ്വ, തമാശ. അവർക്ക് താക്കീതായി നൽകപ്പെട്ടതിനെയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയുമൊക്കെ അവർ വെറും തമാശയാക്കുകയാണ്, പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല തരത്തിലുള്ള ഉദാഹരണങ്ങൾ ജനങ്ങൾ നല്ല നിലക്കായി കിട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് നല്ലവരായി മാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പൊതുവെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അക്സറ ശൈഇൻ ജദല, ഏറ്റവും അധികം തർക്കിക്കുക എന്ന് പറയുന്നത് പൊതു സ്വഭാവമായി കരുതുക എന്നുള്ളതാണ്. ഏത് സമയത്തും തർക്കിക്കുക, ഏത് വിഷയത്തിലും കൂടുതൽ സമയം തർക്കിച്ചുകൊണ്ടിരിക്കുക. അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം എന്തെങ്കിലും തർക്കിക്കാൻ പറ്റുമോ എന്നത് ചിന്തിക്കുന്നതാണ് ഭൂരിപക്ഷം ആളുകളുടെയും മനോനില എന്നുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചാലും കാണാം, ഒരു കാര്യവും നേർക്കുനേരെ അംഗീകരിക്കുന്നതിന് പകരം അതിലെന്തെങ്കിലും തരത്തിലുള്ള തർക്കത്തിന് വകയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം അത് മനുഷ്യനിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതി. എന്നിട്ട് അള്ളാഹു ചോദിക്കണം, വമാ മനാനാസ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദ, നേർമാർഗം വന്നിട്ടും അവർ വിശ്വസിക്കാതിരിക്കാൻ എന്താണ് അവർക്കുള്ള തടസ്സം? അതേപോലെ തന്നെ വിശ്വസിക്കുക മാത്രമല്ല, യസ്തഗ്ഫിറു റബ്ബഹും, അവരുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നതിനും, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനോട് ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ അതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ ചെയ്തു പോയതാണ്, മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്താനും അവർക്ക് എന്താണ് തടസ്സം? ഇല്ല അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ, പൂർവികരുടെ പേരിലുള്ള നടപടി, അതല്ലെങ്കിൽ ഔ യൗതിയഹും അൽഅദാബു ഖുബല, അല്ലെങ്കിൽ ശിക്ഷ നേരെ മുമ്പിൽ വരണം. ഈ പൂർവികരെ അങ്ങനെ തന്നെ പിന്തുടരുന്നൊരു സ്വഭാവം, സുന്നത്തുൽ അവ്വലീൻ, പൂർവികരെ പിന്തുടരുന്നൊരു സ്വഭാവം പല ജനസമൂഹത്തിനും കാണാൻ പറ്റും. ഞങ്ങളുടെ വാപ്പപ്പാപ്പവരൊക്കെ എങ്ങനെയാണോ നടന്നത് അതേ രൂപത്തിലേ ഞങ്ങൾക്ക് നടക്കാൻ പറ്റും. അവരെന്തൊക്കെയാണോ ചെയ്തത് അതേ ഞങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ അവർ തടസ്സം ചെയ്തില്ലേ, ഞങ്ങളും അതേമാതിരി ചെയ്യും. ഇങ്ങനെ പൂർവികരുടെ ഒരു കഥ, പൂർവികരെ അങ്ങനെ അംഗീകരിക്കുന്ന സ്വഭാവം അത് പാടെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഖുർആൻ ഇതിലൂടെ പറഞ്ഞിരുന്നത്. അന്ധമായ അനുകരണം ഒരു നിലക്കും ശരിയല്ല എന്നുള്ളതാണ്. പിന്നീട് അവർക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ തൊട്ട് മുമ്പിൽ ശിക്ഷ വരുന്ന സമയത്ത് റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിർഔന് ശരിക്കും ശിക്ഷ കിട്ടി. ഫിർഔൻ ഇങ്ങനെ ആമൻതു ബി റബ്ബി ഹാറൂന വ മൂസ, ഞാൻ ഹാറൂൻ്റെയും മൂസയുടെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ നാവ് കൊണ്ട് അയാൾ പറഞ്ഞു. കടൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും മറ്റൊരു നിലയിലേക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് തോന്നിച്ച അവസരത്തിൽ പക്ഷേ അള്ളാഹുവിൻ്റെ നടപടിക്രമമുണ്ട്. റൂഹ് തൊണ്ടൻകുയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആരുടെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിക്കില്ല. അതുവരെ സമയമുണ്ട്. അപ്പോൾ ശിക്ഷ കൺമുമ്പിലെത്തുക, അപ്പോൾ മാറാൻ തയ്യാറാവും ആൾക്കാർ. അതല്ലെങ്കിൽ പൂർവികർക്കുണ്ടായ നടപടികൾ എങ്ങനെയാണോ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക എന്നുള്ളതാണ്. അവർ ചെയ്ത എന്തൊക്കെയാണോ അതൊക്കെ ഞങ്ങളും ചെയ്യും എന്ന രൂപത്തിലുള്ള ഒരു ധാരണ, ഒരു സംസാരം അവരുടെ ഭാഗത്ത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ നുർസിലിൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ,
നാം പ്രവാചകന്മാരെ അയക്കുന്നത് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, വിശ്വാസികളായ സമൂഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുക. നിങ്ങളിങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വർഗ്ഗലോകത്ത് ലഭിക്കാനുണ്ട്. ചാരുമഞ്ചങ്ങളുണ്ട്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, അരുവികളുണ്ട്, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ ആ ഇച്ഛിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാണെന്ന് വിചാരിച്ചാൽ. ആ നിലക്ക് വിശ്വാസി സമൂഹത്തിന് സന്തോഷവാർത്ത അറിയിക്കാൻ. അതേപോലെ തന്നെ മറ്റൊന്നുള്ളത് വമുന്തിരീന, താക്കീത് ചെയ്യാനുമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാതെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാശ്വത നരകം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന താക്കീതുണ്ട്. ആ താക്കീത് ഉൾക്കൊള്ളാനുമാണ്, ആ രണ്ട് സംഗതികൾക്കാണ്, ആ രണ്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പ്രവാചകന്മാർ. അല്ലാതെ അവരിൽ ഇക്രാഹൊന്നുമില്ല. ഒരു വിഭാഗം ആൾക്കാർ ചടിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ അവരെ പിടിച്ച് വലിച്ച് ദീനിലേക്ക് ആക്കുക എന്നുള്ള പരിപാടിയൊന്നും അവർക്കില്ല. പിന്നെ അവർ വരുന്നത് വയുജാദിലുള്ളതിൻ്റെ കഫറൂബിൽ ബാത്തുലി ലിയുദ്ഹിദുബിൽ ഹഖ്, സത്യത്തെ തകർത്ത് കളയാൻ വേണ്ടി അസത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തർക്കിക്കാനാണ് ഈ ആളുകൾ വരാറുള്ളത്. ഒരു സത്യമില്ല എന്ന് ബോധ്യപ്പെട്ടാലും, യാഥാർത്ഥ്യം തീരെ ഇതിലില്ല എന്ന് പറഞ്ഞാലും അസത്യം വെച്ചുകൊണ്ട് തർക്കിക്കുക. എന്നിട്ട് അതുകൊണ്ട് സത്യത്തെ തകർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. മിഥ്യാധാരണയാണ്, പക്ഷേ അതേസമയം അവരതിലെന്തോ ഒരു തരത്തിലുള്ള സന്തോഷം ഈ ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. വത്തഹ്ദു ആയാത്തി വമാ ഉന്ദിറു ഹുസ്വ, അവർക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, അവരോട് താക്കീത് ചെയ്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും, അതേപോലെ തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും നാം ഇതിനു വേണ്ടി തെളിവായി നൽകിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഹുസ്വ, അവരതൊക്കെ തന്നെ പരിഹസിക്കുകയാണ് ചെയ്യുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരതിനെ തർക്കിച്ച് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് താക്കീത് ചെയ്യപ്പെട്ട സംഗതിയെയും അവർ തർക്കിക്കുക. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അത് തന്നെയാണല്ലോ. അവർക്ക് താക്കീതായി വന്ന ആ കപ്പലിനെ പോലും, ആ കപ്പലിൻ്റെ നിർമ്മിതിയെപ്പോലും അവർ കളിയാക്കിയിരുന്നുണ്ടായിരുന്നത്. ശിക്ഷ കൺമുമ്പിലെത്തുന്നത് വരെ അവർക്കതിൽ നിന്ന് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ ആയത്തുകൾ, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അത് തുറന്ന് കണ്ട് അതിൽ നിന്ന് നമുക്ക് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിങ്കിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ സത്യസന്ധരായ സച്ചലിതരായ പ്രവാചകന്മാർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന ആ ദൗത്യത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട്. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.